പറഞ്ഞ് ഇവിടെ നിൽക്കരുതെന്ന്. അങ്ങോട്ട് മാറി ചെയ്തപ്പോ വേറൊരു കമ്പൗണ്ടർ വന്ന് പറഞ്ഞ് അവിടെ നിൽക്കരുതെന്ന്. ഇവിടെ എന്നിട്ട് ഇതുവരെ ആരും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിലയുറപ്പിച്ചു. ഇവിടെ ഡോക്ടർ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും മുറ്റു ചാടിയ. അങ്ങനെ പറഞ്ഞാ മതി. ഡോക്ടർക്ക് അറിയാം ഞങ്ങൾ തമ്മിൽ വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമാണ്. സുധാമണി പുണർദം. അയ്യോ എന്റെ പൊന്നു ചേച്ചി, ഇത് അമ്പലത്തിലെ വഴിപാടുകളൊന്നുമല്ല. പേര് വയസ്സ് മാറി. സോറി, അമ്പലത്തിൽ നിന്ന് നേരിട്ടിങ്ങ് പോരുവായിരുന്നേ. അതുകൊണ്ടാ. സുധാമണി 51 വയസ്സ്. സുധാമണി 51 വയസ്സ്. അടുത്ത ആള് വാ, പേര് പറയൂ. മദനമോഹനൻ മേനോൻ 55 വയസ്സ്. ആ പേര് ഒന്നുകൂടെ പറയാമോ? മദനമോഹനൻ മേനോൻ. ഓ, അതെങ്ങനെയാണ് എഴുതുന്നത്? എനിക്കും വലിയ പിടിയൊന്നും ഇല്ലടി. നീ ഒരു കാര്യം ചെയ്യ്, മധുവണ്ണൻ അങ്ങ് എഴുതി വിടി. ശരി ശരി. ദാ അങ്ങോട്ട് മാറിയെന്നോളൂ, അവിടെ വിളിക്കും. അയ്യോ, ഇതേ ഡോക്ടർ എത്തി. എല്ലാവരും ഒതുങ്ങി നിന്നേ. വേഗം വേഗം വേഗം. ആദ്യത്തെ പേഷ്യന്റിനെ വിളിക്കൂ. സുനിൽ കുമാർ. സുനിൽ കുമാർ ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ദാ അങ്ങോട്ട് ഇരിക്കൂ. പറ, എന്താ പ്രശ്നം? ഡോക്ടർ, എനിക്ക് എല്ലാ ദിവസവും രാവിലെ പുട്ട് വേണം. ദാണ്ട കിടക്കുന്നു. എടാ, പുട്ട് വേണമെങ്കിൽ വല്ല ഹോട്ടലിൽ പോയി കേറ്. എന്നാത്തിന് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? അതല്ല ഡോക്ടറെ, നമ്മൾ ഈ പുട്ടിന്റെ കൂടെ തൊലി പൊടിച്ച് എവിടെ തിന്നുന്ന ഒരു സാധനം. അത് പഴമല്ലേ? അതിന് അതെനിക്ക് വരൂല. ഞാൻ പയം എന്നാ പറയുന്നത്. അത് ശരി. അപ്പൊ പഴത്തിന് നീ പഴം എന്നാണ് പറയുന്നത്. നീ വാഴപ്പഴം പുഴുങ്ങി എന്നൊന്ന് പറഞ്ഞേ. വാഴപ്പഴം പുഴുങ്ങി. ഇത് പ്രശ്നമാ. അയ്യോ, എന്താ ഡോക്ടറെ, എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ? വേണ്ടി വരും. ഓപ്പറേഷൻ ടങ് ക്ലീനർ എന്നാണ് അതിന്റെ പേര്. എന്നാ ഈ ചീത്ത സൂപ്പർ മാർക്കറ്റിൽ കാണിച്ചാൽ മതി. ഇത് നാക്ക് ഓടിക്കുന്ന സാധനമല്ലേ? ഇതെന്റെ വീട്ടിലുണ്ട്. അത് വീട്ടിൽ മേടിച്ച് വെച്ചാൽ പോരാ, ഇടയ്ക്കെടുത്തൊന്ന് ഉപയോഗിക്കണം. ഇറങ്ങി പോണം അവിടുന്ന്. സിസ്റ്റർ, അടുത്ത ആളെ വിളിക്കൂ. ബഷീറാജൻ. ബഷീറാജൻ ഉണ്ടോ? അയ്യോ, ഉണ്ട് പെങ്ങളെ, ഉണ്ട്. കുറെ നാളായല്ലോ ഈ വഴിയൊക്കെ കണ്ടിട്ട്. ഓ, എന്തോ പറയാനാ ഡോക്ടറെ, തിരക്കോട് തിരക്കില്ലായ്മല്ലേ. ഇതെന്താ ഡോക്ടർ ഇയാൾക്ക് ഇങ്ങനെ ഒരു പേര്? ബഷീറാജൻ. അയ്യോ, ഇയാളുടെ ശരിക്കുള്ള പേര് രാജൻ. വീട്ടിൽ വഴക്കുണ്ടാക്കുമ്പോഴേ വീട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടി വിഷം എടുത്ത് അടിക്കും. ഇപ്പൊ 6-7 തവണയായി. അങ്ങനത്തെ പേരാ ബഷീറാജൻ. ഒന്ന് മണ്ണെണ്ണ രാജൻ എന്നായിരുന്നു. അന്നൊക്കെ വീട്ടിൽ വഴക്കുണ്ടാകുമ്പോ ഞാൻ മണ്ണെണ്ണ എടുത്ത് തലവഴി ഒഴിക്കും. അയ്യോ, എന്നിട്ട് എന്തുവാ, ഒരു ദിവസം എന്റെ അടവ് നൈസായിട്ടങ്ങ് പാളി. ഞാൻ മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചതും അച്ഛൻ തീപ്പട്ടിക്കൊള്ളി ഒളിച്ചോണ്ടിഞ്ഞ് വന്നു. എന്നിട്ട് കത്തിച്ചോ? കത്തിച്ചാ ഞാൻ അന്നേ അൽഫമായി പോകത്തില്ലേ. ഞാനിറങ്ങി ഓടി. 5 കിലോമീറ്ററാ പുള്ളിയായിട്ട് ഓടിച്ചത്. ഓടി ഓടി എന്റെ വായിക്കൂടെ പത വരെ വന്നു. ആപ്പതുകൊണ്ട് ഏതോ ഒരുത്തൻ വിളിച്ചു പറഞ്ഞ് രാജൻ വിഷം അടിച്ചത് ആ വായിക്കൂടെ പത വരുന്നത്. അത് ഞാനൊരു ഐഡിയ ആക്കി. അന്ന് തൊട്ട് മണ്ണെണ്ണ മാറ്റി വിഷമാക്കി. ഈ മണ്ണെണ്ണയൊക്കെ ദേഹത്ത് വീണ മുടിയൊക്കെ കൊഴിഞ്ഞു പോത്തില്ലേ? മുടി മാത്രോ, എന്റെ ദേഹത്തുള്ള സകല രോമകൂപങ്ങളും കൊഴിഞ്ഞു പോയത്. പെങ്ങള് നോക്കണം, ദേ ഈ പുരുകം വരെ വിഗ്ഗ. അയ്യോ, പുരുകത്തിന്റെ വിഗ്ഗിനെ ആദ്യമായിട്ടാ കാണുന്നേ. അതൊക്കെ ഇരിക്കട്ടെ, ഇപ്പൊ വന്ന എന്തിനാ? ഡോക്ടറെ, വിഷം അടിച്ചിട്ട് വരുമ്പോ നിങ്ങൾ ഈ സോപ്പ് വെള്ളം വെച്ച് വയറ് വാഷ് ചെയ്യത്തില്ലേ? അങ്ങനെ വാഷ് ചെയ്ത് എനിക്ക് ഈ ബാർ സോപ്പ് കാണുമ്പോ ഒന്ന് തിന്നാൻ തോന്നുവാ. രാവിലെ ദേ ഇത്രേശ്ശം 501 ബാർ സോപ്പ് തിന്നിട്ടാ ഞാൻ വന്നത്. എന്നിട്ട് വിശപ്പ് കൊണ്ട് മാറുന്നില്ലെന്നേ. താനൊരു കാര്യം ചെയ്യും.
തന്നെയാണോ പ്രശ്നം? ഉറക്കമൊക്കെ ഉണ്ട്, എപ്പോഴും ഉറക്കോ. പക്ഷെ ഉറങ്ങുമ്പോഴും കണ്ണങ്ങ് തോന്നിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം റമ്മടിച്ചതിന് ശേഷം ഇങ്ങനെ. ഓ അത് ശരി, ഉറങ്ങുമ്പോ കണ്ണടയ്ക്കണം, അത്രയല്ലേ ഉള്ളൂ? അതെ, അത്രേ ഉള്ളൂ. ദാണ്ട ഇത് അങ്ങോട്ടങ്ങ് പിടി. ഇതെന്തിനാ സൂചിയും നൂലും? കണ്ണടയുന്നില്ലെങ്കിലേ പോലെ രണ്ടും പിടിച്ചു വെച്ചങ്ങ് തയ്ക്കണോ? ശ്ശടാ, സിസ്റ്ററെ, ഇന്ന് ഇനി പുതിയ